കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ എബ്രഹാം മരിച്ച് 2 ആഴ്ച പിന്നിട്ടിട്ടും ഫെൻസിംഗ് നടപടികൾ ഒന്നുമായില്ല. ഇതോടെ ഭയം കാരണം പലർക്കും ജോലിക്ക് പോകാനാകാതെയായി. റബ്ബർ ടാപ്പിംഗിനെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന നിരവധി കർഷക തൊഴിലാളികൾ ദുരിതത്തിലായിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ മാർച്ച് 5-നാണ് കക്കയത്ത് കൃഷിക്കാരനായ എബ്രഹാമിനെ കാട്ടുപോത്ത് ആക്രമിച്ചു കൊന്നത്. മൃതദേഹവുമായി ബന്ധുക്കളും നാട്ടുകാരും വലിയ പ്രതിഷേധമുയർത്തി. കുടുംബത്തിന് ജോലിയും നഷ്ടപരിഹാരവും ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. പിന്നീട് നാട്ടുകാരുടെ ആവശ്യപ്രകാരം ഫെൻസിംഗ് ജോലികൾ ചെയ്യാമെന്നും കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാമെന്നും വനംവകുപ്പ് ഉറപ്പു നൽകി. എന്നാൽ സംഭവം നടന്ന് 3 ആഴ്ചയാകുമ്പോഴും ഫെൻസിംഗ് നടപടികൾ ഒന്നുമായില്ല. ഫെൻസിംഗിന് ആവശ്യമായ സർവേ നടപടികൾ പോലും തുടങ്ങിയില്ല. ഒരു അപകടം ഓരോ ഭാഗത്ത് ഇതുപോലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഫെൻസിങ് എന്നുള്ള വാക്ക് പറയും, പക്ഷേ ഇന്ന് വരെ ഫെൻസിങ് എന്നുള്ള സ്ഥാനം ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ കാട്ടുപോത്തിനെ വെടിവെക്കാൻ ഉത്തരവുണ്ടായിട്ട് പോലും ആ ഉത്തരവ് നടപ്പിൽ കാണിച്ചു കൊടുത്തിട്ട് ബ്ലഡ് സ്റ്റെയിനോട് കൂടിയിട്ട് ആ കൊമ്പിൽ ബ്ലഡ് സ്റ്റെയിനോട് കൂടിയിട്ട് ആ അവറാജൻ ചേട്ടനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ജോൺസൺ എന്ന് പറയുന്ന ആൾ ആ കാട്ടുപോത്തിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്തിട്ട് പോലും അതിനെ വെടിവെക്കാനോ യാതൊരു നടപടിയും. എബ്രഹാമിനെ കുത്തിക്കൊന്ന കാട്ടുപോത്ത് കൊമ്പിൽ ചോരയൊലിപ്പിച്ച് നിൽക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കാണിച്ചു കൊടുത്തിട്ടും അവർ പടക്കം പൊട്ടിച്ച് ഓടിക്കുക മാത്രമേ ചെയ്തുള്ളൂവെന്നും കർഷകർ പറയുന്നു. കാട്ടുപോത്തിനെ വെടിവെച്ചിട്ടില്ല, അവർ പടക്കം പൊട്ടിച്ച് പോത്തിനെ ഓടിക്കുകയാണ് ചെയ്തത്. അത് കാണിച്ചു കൊടുത്തിട്ട് പോലും വെടിവെച്ചില്ല. കുത്തിയ കൊമ്പിൽ ചോര വരെ ഉണ്ടായിരുന്നു. ദിവസേന 10-ലധികം കാട്ടുപോത്തുകളാണ് ഇപ്പോഴും പ്രദേശത്തിറങ്ങുന്നത്. കൂടാതെ കുരങ്ങും ആനയും മയിലുമെല്ലാം ഇവരുടെ വിളകൾ നശിപ്പിക്കുന്നുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.